14 വയസ്സായ പെൺകുട്ടീനെ 16 വയസ്സുകാരൻ പീഡിപ്പിച്ചു കൊന്നു. ആ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ ഞെട്ടലുണ്ടാക്കി. കാരണം ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതിനുശേഷം കഴുത്തിന് എരിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 16 വയസ്സുകാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും ക്രൂരനാവാൻ പറ്റുമോ എന്ന് നമ്മൾ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് 5 വയസ്സായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം ടെറസിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. അതുപോലെ ഓടുന്ന കാറിൽ ഒരു 14 വയസ്സുകാരി ഒരു മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ ഒരു പോലീസുകാരനും ചേർന്ന് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ഇത്രയും ക്രൂരമായിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ സാധിക്കുമോ എന്നുള്ളത്. അതായത് മനുഷ്യൻ ആ സമയത്ത് ഒരു മനുഷ്യ മൃഗമായിട്ട് മാറുകയാണെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു പരിധി വരെയും ഇതിന് കാരണക്കാർ നമ്മുടെ നിയമമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി 10 വർഷം അവരെ ജയിലിൽ കൊണ്ടിട്ടാലും 20 വർഷം ജയിലിൽ ഇട്ടാലും അവർക്ക് നല്ല ഫുഡ് അവിടെ നിന്ന് കിട്ടും, അതുപോലെ താമസ സൗകര്യമുണ്ട്. പിന്നെ ഇപ്പോൾ അവർക്ക് അത്യാവശ്യം അവിടെ ജോലിക്കുള്ള നല്ലൊരു വരുമാനമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു പേടിയില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പുരുഷന് സ്ത്രീ തൻ്റെ അടിമയാണെന്നുള്ളൊരു തോന്നൽ ആ സമയത്തുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ സമയത്ത് സ്ത്രീ ആയാലും കുഞ്ഞായാലും പേടിച്ച് നിലവിളിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ അവൻ അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് അവൻ അത്രയും ക്രൂരമായിട്ട് അവരോട് പെരുമാറാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളായാലും കുട്ടികളായാലും പീഡനം നേരിടുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അയൽക്കാരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ആണെന്നുള്ളതാണ് ഇവർ ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ആരെയും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം.